റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഓരോ വിഷയത്തിലെയും പ്രധാനപ്പെട്ട നിർവചനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു റിവിഷൻ വീഡിയോ ആണിത്. പരീക്ഷയിൽ മാർക്ക് ഉറപ്പാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭാഗമാണ് നിർവചനങ്ങൾ. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ ദുറൂസുൽ ഹിസാൻ എന്ന വിഷയത്തിലെ നിർവചനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ പാഠത്തിൽ സിറാത്തുൽ മുസ്തഖീം ഏതാകുന്നു അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഇതിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഏതാകുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. 5 വക്ത് നിസ്കാരങ്ങളിലായി നിത്യവും 17 പ്രാവശ്യം നിർബന്ധമായി നാം നടത്തേണ്ടുന്ന ഒരു ദുആ ഉണ്ട്. അതാണെന്ത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഇത് ഡെഫിനിഷൻ എന്നുള്ള രീതിയിലല്ല, ഏകദേശം ആ ഒരു രൂപത്തിൽ വരികയാണെങ്കിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഏതാകുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. 5 വക്ത് നിസ്കാരങ്ങളിലായി നിത്യവും 17 പ്രാവശ്യം നിർബന്ധമായി നാം നടത്തേണ്ടുന്ന ഒരു ദുആ, അങ്ങനെ പറയാം. ഇനി അതുപോലെ പാഠം 2 തന്നെ കുറച്ച് ഡെഫിനിഷൻസ് കൂടി ഉണ്ട്. അതിൽ ഒന്ന് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം പറഞ്ഞു. രണ്ടാമത്തത് ആരാകുന്നു നബിമാർ? നബിമാർ എന്നാൽ ആരാകുന്നു? ഞാൻ മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വ്യക്തമാക്കാം എന്ന് ചോദിച്ചിട്ട് നബിമാർ എന്ന് കൊടുക്കുകയാണെങ്കിലും ഇതന്നെയാണ് ആൻസർ വരിക. എന്താണ്? അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. അപ്പോൾ ആരാകുന്നു നബിമാർ ആരാകുന്നു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ആൻസർ ചെയ്താൽ. ഇനി അതിൽ തന്നെയുള്ള മൂന്നാമത്തത് സുദ്ദീഖുകൾ ആരാകുന്നു, അല്ലെങ്കിൽ ആരാകുന്നു സുദ്ദീഖുകൾ, അല്ലെങ്കിൽ വ്യക്തമാക്കാം സുദ്ദീഖുകൾ എന്നൊക്കെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആൻസർ ചെയ്താൽ പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സുദ്ദീഖുകൾ. ആരാണ് സുദ്ദീഖുകൾ? പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സുദ്ദീഖുകൾ. അതും കൂടി ആ പാഠത്തിലുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇതും പാഠം 2 തന്നെയാണ്. എന്താണ്? ഇനി അതിൽ 4ാമത്തതാണ് നമ്മൾ പറയുന്നത്. ആരാണ് ശുഹദാക്കൾ? ശുഹദാക്കൾ ആരാണ് ശുഹദാക്കൾ? വ്യക്തമാക്കാം ശുഹദാക്കൾ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താ അതിൻ്റെ ആൻസർ? സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. സത്യവിശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ എഴുതിയാൽ മതി. സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ എന്നോ ജീവൻ സമർപ്പിച്ചവരാണ് എന്നൊക്കെ എഴുതിയാലും അതിൻ്റെ ആൻസർ തന്നെയാണ് ശുഹദാക്കൾ, അല്ലേ? ഇനി 5ാമത്തത് ആ പാഠത്തിൽ 2ാമത്തെ പാഠത്തിൽ 5ാമത്തത് ആരാണ് സ്വാലിഹുകൾ? ആരാണ് സ്വാലിഹുകൾ? എന്താണ് അതിൻ്റെ ഉത്തരം? കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവർ എന്നോ ജീവിച്ചവരാണ് എന്നൊക്കെ എഴുതാം. അവർക്കാണ് സ്വാലിഹുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2ാമത്തെ പാഠത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അല്ലേ? സിറാത്തുൽ മുസ്തഖീം ഏതാകുന്നു, അതുപോലെ തന്നെ ശുഹദാ ആരാണ്, സ്വാലിഹ് ആരാണ്, നബിമാരാരാണ്, സുദ്ദീഖുകൾ ആരാകുന്നു, അങ്ങനെ ഒരു 4-5 ഡെഫിനിഷൻസ് ഈ പാഠത്തിൽ വന്നിട്ടുണ്ട്. അത് മുഴുവനായിട്ട് പഠിക്കുക. ഇനി 3ാമത്തെ പാഠത്തിൽ 2 ഡെഫിനിഷൻസ് നിർവചനങ്ങളുണ്ട്. അതിൽ 1ാമത്തത് അഹ്ലുസുന്നത്തി വൽ ജമാ ആരാകുന്നു എന്നാണ്. അഹ്ലുസുന്നത്തി വൽ ജമാ ആരാകുന്നു അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഇങ്ങനെ പറയാം. കർമ്മശാസ്ത്രത്തിലെ 4-1 മദ്ഹബും വിശ്വാസപരമായുള്ള 2-1 ത്വരീഖത്തും പിൻപറ്റുന്നവരാണ് ആര്? അഹ്ലുസുന്നത്തി വൽ ജമാ. കർമ്മശാസ്ത്രത്തിലെ 4-1 മദ്ഹബും വിശ്വാസപരമായുള്ള 2-1 ത്വരീഖത്തും പിൻപറ്റുന്നവർ എന്ന് എഴുതിയാലും മതി.
അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരാകുന്നു എന്ന് ചോദിക്കുകയാണെങ്കിലും വ്യക്തമാക്കാം എന്ന് പറഞ്ഞിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് ചോദിക്കുകയാണെങ്കിലും ഇങ്ങനെ എഴുതാം. അതിൽ ആ പാഠത്തിൽ വന്ന രണ്ടാമത്തെ അഹ്ലുൽ ബിദഇ വദ്ദലാല ആരാകുന്നു എന്നാണ്. ആരാണ് അഹ്ലുൽ ബിദഇ വദ്ദലാല? അതിൻ്റെ ആൻസർ ഇതാണ്. കർമ്മശാസ്ത്രത്തിലെ 4-1 മദ്ഹബും വിശ്വാസപരമായുള്ള 2-1 ത്വരീഖത്തും പിൻപറ്റാത്തവരാണ് എന്ത്? അഹ്ലുൽ ബിദഇ വദ്ദലാല. പുസ്തകത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല. ഈ ഇങ്ങനെ കർമ്മശാസ്ത്ര ഫസ്റ്റ് അഹ്ലു സുന്നത്തി വൽ ജമാഅ കൊടുത്തിക്കണമല്ലോ. എന്ത്? കർമ്മശാസ്ത്രത്തിൽ 4-1 മദ്ഹബും വിശ്വാസപരമായുള്ള 2-1 ത്വരീഖത്തും പിൻപറ്റുന്നവരാണ് ആര്? അഹ്ലു സുന്നത്തി വൽ ജമാഅ. അത് പിൻപറ്റാത്തവരാണ് അഹ്ലുൽ ബിദഇ വദ്ദലാല. ഒന്നെന്നെ പഠിച്ചാൽ മതി. ആ രണ്ടിനും നമുക്ക് ആൻസർ പിന്നെ എഴുതാൻ വേണ്ടി സാധിക്കും. അത് ചെറിയൊരു വ്യത്യാസം മാത്രമുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അതുപോലെ തന്നെ ഏഴാമത്തെ പാഠത്തിൽ ഒരു നിർവചനമായിട്ട് വന്നിട്ടുള്ളത് ക്ഷമ എന്നാൽ എന്താണ്, സബർ എന്നാൽ എന്ത് എന്നോ അല്ലെങ്കിൽ ക്ഷമ എന്നാൽ എന്തോ അങ്ങനെ അല്ലെങ്കിൽ വ്യക്തമാക്കാമെന്ന് പറഞ്ഞിട്ട് സബർ ക്ഷമ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിലൊക്കെ ഈ ആൻസർ എന്താണ്? ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ. ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് എന്നോ അതിനെ ബന്ധനം ചെയ്യൽ എന്നിവരൊക്കെ എഴുതിയാലും ആൻസർ തന്നെയാണ്. അപ്പോൾ അതാണ് ക്ഷമ. 10ാമത്തെ പാഠത്തിൽ അതിലൊരു നിർവചനമുണ്ട്. ഏതാണ്? 10ാമത്തെ പാഠത്തിൽ ഗീബത്ത് എന്നാൽ എന്ത്? ഗീബത്ത് എന്നാൽ എന്ത്? ഗീബത്ത് എന്ന് പറഞ്ഞാൽ പരദൂഷണാണല്ലോ. എന്താണ്? ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെക്കുറിച്ച് പറയലാണ് ഗീബത്ത്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെക്കുറിച്ച് പറയലാണ് ഗീബത്ത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയൽ എന്ന് എഴുതിയാലും ആൻസർ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് 13ാമത്തെ പാഠത്തിൽ പാഠം 13 അതിലൊരു നിർവചനമായിട്ട് വരുന്നത് ദുആ എന്നാൽ എന്ത് എന്നാണ്. ദുആ എന്നാൽ എന്താണ്? തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ദുആ. തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് എന്നോ അല്ലെങ്കിൽ അപേക്ഷിക്കൽ എന്നൊക്കെ എഴുതിയാലും ആൻസറായി. അപ്പോൾ അതിനാണ് ദുആ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ക്വസ്റ്റ്യനായിട്ട് വരാം. ക്ഷമ എന്നാൽ എന്ത്, ഗീബത്ത് എന്നാൽ എന്ത്, ദുആ എന്നാൽ എന്ത്, അങ്ങനെ ചോദ്യം വരാം. അല്ലെങ്കിൽ പിന്നെ വ്യക്തമാക്കാമെന്ന് കൊടുത്തിട്ട് ക്ഷമ, ഗീബത്ത്, ദുആ അങ്ങനെ വരാം. അതും അല്ലെങ്കിൽ പിന്നെ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് ഈ നിർവചനം ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനോ അല്ലെങ്കിൽ പൂരിപ്പിക്കാനോ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഈ ക്വസ്റ്റ്യൻസുകൾ ഏതെങ്കിലുമൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പരീക്ഷയ്ക്ക് വളരെ ഉപകാരപ്പെടും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. പരീക്ഷയിൽ ഉന്നതമായ വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.